ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ്, ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഇത്തവണയും ഓണത്തിന് പൂക്കളമൊരുക്കാൻ നിറമരുതൂരിൽ നിന്നും പൂക്കളെത്തും. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 3 ഏക്കർ സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. ഈ ഓണക്കാലത്ത് ചെണ്ടുമല്ലിപ്പൂക്കൾക്കായി ഗുണ്ടൽപേട്ടിലൊന്നും പോകണ്ട. നമ്മുടെ തിരൂരിലെ നിറമരുതൂരിലുണ്ട് അത്തരമൊരു പൂന്തോട്ടം. വസന്തകാലത്ത് ഓണത്തെ നാം സ്വീകരിക്കുന്നത് പൂക്കളം ഒരുക്കിയാണല്ലോ. എന്നാൽ ഈ ഓണക്കാലത്ത് ചെണ്ടുമല്ലി പൂക്കൾക്കായി ഗുണ്ടൽപേട്ടിനെ ഒന്നും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. തുമ്പിയും പൂമ്പാറ്റിയും വട്ടമിട്ട് പറക്കുന്ന ഒരു പൂന്തോട്ടമുണ്ട്. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ചെണ്ടുമല്ലിയുടെ ഭംഗിയാണ് താനൂർ നിറമരുതൂരിൽ. വർഷമായി തരിശുനിലങ്ങളെയെല്ലാം കൃഷിയോഗ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആവിഷ്കരിച്ചതെങ്കിലും ചെണ്ടുമല്ലി പൂക്കാൻ തുടങ്ങിയതോടെ ആവേശത്തോടെയാണ് നാട്ടുകാരും കർഷകരും ഒന്നിച്ചു നിന്നത്. നിറമരുതൂർ പഞ്ചായത്തിലെ കൃഷിഭവന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, അതുപോലെ തന്നെ ഒരു കൂട്ടം ചെറുപ്പക്കാർ, അവരുടെ എല്ലാം സാന്നിധ്യത്തിൽ ഇടപെടലിൻ്റെ ഫലമായി നിറമരുതൂർ പഞ്ചായത്തിലെ 8ഓളം വരുന്ന കേന്ദ്രങ്ങളിൽ ചെണ്ടുമല്ലി ചെടിയുടെ കൃഷി തുടങ്ങുകയും അത് പൂവിരിഞ്ഞ് ഓണത്തിൻ്റെ വിപണി കാത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് കഴിഞ്ഞ വർഷം നിറമരുതൂർ പഞ്ചായത്തിലെ ഉണ്ണിയാൽ പ്രദേശത്ത് പരീക്ഷിക്കുകയും അന്ന് കൊറോണ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ പൂവിന് വിപണി കണ്ടെത്താത്ത ഒരു സാഹചര്യമാണ് അന്നുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കൃഷിഭവൻ്റെ കൃത്യമായ ഇടപെടലിൻ്റെ ഫലമായി പൂവിന് വിപണി കണ്ടെത്തുന്നതിന് വേണ്ടി കൃഷി ഓഫീസറും അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് കൃഷി ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾ നല്ലപോലെ ശ്രമിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് ഇതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ പൂവിനെ അതുപോലെ തന്നെ വലിയ തോതിലേക്കുള്ള പൂന്തോട്ടങ്ങളൊക്കെ മറ്റു സംസ്ഥാനങ്ങളിൽ കണ്ടുവന്നിരുന്നത് നമ്മുടെ പ്രദേശത്ത് ഇത് കടന്നു വരികയാണ്. നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ നാട്ടിൽ എല്ലാ കൃഷിയും, പൂക്കൃഷിയല്ല മറ്റെല്ലാ കൃഷിയും ഉണ്ടാകും എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ നമുക്കിത് കാണാൻ കഴിയുന്നത്. നമ്മുടെ നാട്ടിലും പൂക്കളൊക്കെ കൃഷി ചെയ്യാമെടോ, ഈ ഒരു വാചകമാണ് ചോദിക്കുന്നവർക്ക് മുഴുവൻ പറയാനുള്ളത്. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഉണ്ണിയാലങ്ങലാണ് ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം എല്ലാ വിൽപ്പനക്കും കാര്യത്തിനും വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാക്കാൻ പുതിയതായിട്ട് ഞങ്ങൾ ഇവിടെ പൂ കൃഷിക്ക് വേണ്ടിയിട്ട് ഇവിടെ തുടങ്ങി ഉണ്ടാക്കാൻ പോവുകയാണ്. എല്ലാ നാട്ടുകാർക്കും കാണികൾക്കും വേണ്ടിയിട്ട്. പഞ്ചായത്തിലെ 8 വാർഡുകളിലായി 12 സ്ഥലങ്ങളിൽ 3 ഏക്കറോളം വിസ്തൃതിയിലാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത്. 5 മുതൽ 10 വരെ ടൺ പൂക്കൾ ഓണവിപണിയിൽ എത്തിക്കാൻ കഴിയുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. എന്നിരുന്നാലും ചെണ്ടുമല്ലി കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനാണ് കൃഷിക്കാരുടെ തീരുമാനം. മഞ്ഞയും ഓറഞ്ചും നിറത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ അത്തം മുതൽ തിരുവോണം വരെ ഓരോ വീട്ടിലെയും പൂക്കളത്തിൽ എത്തിക്കുന്ന സന്തോഷത്തിലാണിവർ. എന്നിരുന്നാലും ചെണ്ടുമല്ലി കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. അത്തം 10 മുതൽ തിരുവോണം വരെ സ്വന്തം പൂക്കൾ അറുത്തു നൽകുന്ന സന്തോഷത്തിലാണിവർ. ക്യാമറമാൻ ആസാദിനോടൊപ്പം ശ്രീതു ശങ്കർ.